വാട്ടർ ആൻഡ് സോയിൽ എന്നുള്ള യൂണിറ്റിലെ പകുതി ഭാഗം ഫസ്റ്റ് ടൈം വന്നിരുന്നു. സെക്കൻഡ് ടൈം നോക്കാം. There are many reasons in our school and home water is polluted. Mention some suggestions to solve the issue. വെള്ളം മലിനമാകാതിരിക്കാനുള്ള ചില സൊല്യൂഷൻസ് ചോദിക്കുന്നു. Don't throw waste into water bodies. മാലിന്യം വെള്ളത്തിലേക്ക് വലിച്ചെറിയരുത്. Do not discharge waste water from factories to river. ഫാക്ടറിയിലെ മലിനജലം നദികളിലേക്ക് ഒഴുക്കരുത്. Do not allow pesticides to reach river. കീടനാശിനി കലർന്ന ജലം നദികളിലെത്താൻ അനുവദിക്കരുത്. Do not store waste water near well. കിണറിന് സമീപം മലിനജലം കെട്ടിക്കിടക്കാൻ സമ്മതിക്കരുത്. കവർ ദ വെൽ വിത്ത് നെറ്റ്. കിണറ് ഒരു വലയിട്ട് മൂടുക. റൈറ്റ് ദ നെയിംസ് ഓഫ് വാട്ടർ റിസോഴ്സസ് ആൻഡ് യൂസ് ഓഫ് വാട്ടർ. ജലസ്രോതസ്സുകളും വെള്ളത്തിന്റെ ഉപയോഗമാണ്. വാട്ടർ റിസോഴ്സ് എന്ന് പറയുമ്പോൾ വെൽസ്, റിവേഴ്സ്, പോൺസ്, ലേക്സ്, സീ, അതുപോലെ തന്നെ ബോർവെൽ ഉണ്ട്, വെറ്റ്ലാൻഡ്സ്, അതൊക്കെയും അതിൽപ്പെടും. യൂസസ് ഓഫ് വാട്ടർ: ഫോർ ഡ്രിങ്കിങ് കുടിക്കാൻ, ഫോർ കുക്കിംഗ് ഫുഡ് പാചകം ചെയ്യാൻ, ഫോർ ബാത്തിങ് കുളിക്കാൻ, ഫോർ വാഷിംഗ് ക്ലോത്ത്സ് വസ്ത്രങ്ങൾ അലക്കാൻ, ഫോർ വാട്ടറിംഗ് പ്ലാന്റ്സ് ചെടികൾ നനയ്ക്കാൻ, ഫോർ യൂസ് ഇൻ ദ ടോയ്ലറ്റ്. അങ്ങനെ ധാരാളം ഉപയോഗങ്ങൾ ജലത്തിനുണ്ട്. റൈറ്റ് ഡൗൺ എ ഫ്യൂ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വാട്ടർ ഈസ് വേസ്റ്റഡ്. വെള്ളം അധികമായി പോകുന്ന ചില സാഹചര്യങ്ങൾ എഴുതാനായിട്ടാണ്. ഓവർഫ്ലോയിങ് ഓഫ് ടാങ്ക്സ്, ടാങ്ക് നിറഞ്ഞു പോകുന്നത്. ലീവിംഗ് ദ ടാപ്പ് ഓപ്പൺ അൺനെസസറിലി, ഒരാവശ്യമില്ലാതെ ടാപ്പ് വെറുതെ തുറന്നിടുന്നത്. ലോസ് ഓഫ് വാട്ടർ വെൻ പബ്ലിക് വാട്ടർ പൈപ്പ് ഈസ് ബ്രേക്ക്, അതായത് പൊതു ജലവിതരണ സംവിധാനത്തിലുണ്ടാവുന്ന ലീക്കേജുകൾ, പൊട്ടലുകളൊക്കെ. പിന്നെ റണ്ണിങ് വാട്ടർ വൈൽ ബ്രഷിംഗ് ടീത്ത്, ബ്രഷൊക്കെ ചെയ്യുമ്പോൾ വെറുതെ പൈപ്പ് തുറന്നിടുന്നത്. അങ്ങനെ പല സാഹചര്യങ്ങളിലും വെള്ളം വേസ്റ്റായി പാഴായി പോകുന്നു. വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് വാട്ടർ? വെള്ളം പാഴായി പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഡോണ്ട് ലീവ് ടാപ്പ് ഓപ്പൺ കെയർലെസ്ലി, അശ്രദ്ധമായി ടാപ്പ് തുറന്നിട്ട് പോകരുത്. എൻഷുർ ദാറ്റ് വാട്ടർ സപ്ലൈ പൈപ്പ്സ് ആർ നോട്ട് ലീക്കിംഗ്, വാട്ടർ സപ്ലൈയിലെ പൈപ്പുകൾക്ക് ലീക്ക് ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അവോയ്ഡ് ഓവർഫ്ലോയിങ് ദ വാട്ടർ ടാങ്ക്, വാട്ടർ ടാങ്ക് നിറഞ്ഞു പോകുന്ന അവസ്ഥ ഒഴിവാക്കണം. 3.7ൻ്റെ കറക്റ്റ് ഓർഡർ ആണ്. വിച്ച് ഇസ് ദ കറക്റ്റ് ഓർഡർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, അതായത് ഗ്രേവൽ, സാൻഡ്, കോക്കനട്ട് ഷെൽ, ചാർക്കോൾ. ചരൽ, മണൽ, ചിരട്ടക്കരി. ബെനിഫിറ്റ്സ് ഓഫ് സോയിൽ, മണ്ണുകൊണ്ടുള്ള ഉപയോഗങ്ങൾ. ഫോർ ഫാമിംഗ് കൃഷിക്ക്, ടു ഗ്രോ പ്ലാന്റ്സ് ചെടികൾ വളരുന്നതിന്, ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ വീട് നിർമ്മാണത്തിന്, ഫോർ മേക്കിംഗ് ഹാൻഡിക്രാഫ്റ്റ്സ് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിന്, ഫോർ പോട്ടറി മേക്കിംഗ് പോട്ട് നിർമ്മിക്കാനായിട്ട്. എയർ ഇൻ ദ സോയിൽ, മണ്ണിലെ വായുവിൻ്റെ പ്രസൻസ് കണ്ടെത്താനുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ്, ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. ടേക്ക് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ, ഉണങ്ങിയ മൺകട്ടകൾ എടുത്ത് പുട്ട് ദ സോയിൽ ക്ലംസ് ഇൻ ടു വാട്ടർ, വെള്ളത്തിലിടുക. ഒബ്സർവേഷൻ നോക്കുകയാണെങ്കിൽ എയർ ബബിൾസ് റൈസ് ഫ്രം മഡ് ബ്ലോക്ക്, മൺകട്ടയിൽ നിന്ന് വായുകുമിളകൾ മുകളിലേക്ക് വരുന്നത് കാണാം. കൺക്ലൂഷൻ: ദർ ഈസ് എയർ ഇൻ സോയിൽ, മണ്ണിൽ വായു ഉണ്ട്. വാട്ടർ ഇൻ ദ സോയിൽ, സോയിലിലെ ജലത്തിന്റെ അംശം കണ്ടെത്താനുള്ള എക്സ്പെരിമെൻ്റ് ആണ്. മെറ്റീരിയൽസ് വേണ്ട നോക്കുമ്പോൾ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ, സോയിൽ ഫ്രം ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. എക്സ്പെരിമെന്റ് മെത്തേഡ്: മണ്ണ് ശേഖരിച്ചിട്ട് പാത്രത്തിൽ വെച്ച് അടച്ച് 10 മിനിറ്റ് വെയിലത്ത് വെക്കുക. ഒബ്സർവേഷൻ നോക്കുകയാണെങ്കിൽ വാട്ടർ പാർട്ടിക്കിൾസ് ബോട്ടിലിന്റെ സൈഡിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. കൺക്ലൂഷൻ: ദർ ഇസ് പ്രസൻസ് ഓഫ് വാട്ടർ ഇൻ സോയിൽ, വെള്ളത്തിന്റെ അംശം മണ്ണിൽ ഉണ്ട്. പ്രസൻസ് ഓഫ് ബയോമാസ് ഇൻ ദ സോയിൽ, അത് കണ്ടെത്താനുള്ള എക്സ്പെരിമെന്റ് ആണ്. ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നിന്ന് മണ്ണ് കളക്ട് ചെയ്യുക. ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് എടുക്കുക. ടേക്ക് ഹാഫ് ഓഫ് ദ സോയിൽ കളക്ടഡ് ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ എ ഗ്ലാസ്. ആഡ് വാട്ടർ ആൻഡ് മിക്സ് വെൽ, നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അതിൽ മണ്ണിട്ട് ഇളക്കുക. ഒബ്സർവേഷൻ നോക്കുകയാണെങ്കിൽ മെനി ഒബ്ജക്ട്സ് ഇൻക്ലൂഡിംഗ് ഡസ്റ്റ് ഫ്രം ഡ്രൈ ലീവ്സ്, ഉണങ്ങിയ ഇലകളുടെ പൊടി, പാർട്സ് ഓഫ് സ്റ്റെം, റിമെയിൻസ് ഓഫ് ക്രിയേച്ചേഴ്സ് ജീവികളുടെ അവശിഷ്ടങ്ങൾ, അതുപോലെ പാർട്സ് ഓഫ് സ്റ്റെം ഉണങ്ങിയ തണ്ട്, പൊടികൾ, അങ്ങനെ ധാരാളം വസ്തുക്കൾ ഗ്ലാസ്സിലെ വെള്ളത്തിലൊക്കെ ഉയർന്നു വരുന്നത് കാണാം. അപ്പോൾ കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ സോയിൽ കണ്ടെയ്ൻ ബയോമാസ്. വാട്ട് ആർ ദ ക്രിയേച്ചേഴ്സ് ഷോൺ ഇൻ ദ പിക്ചർ? ചിത്രത്തിൽ തന്നിട്ടുള്ള ജീവികൾ ഹൗസ് ഫ്ലൈ, മൊസ്കിറ്റോ ആൻഡ് റാറ്റ്. റൈറ്റ് ഇൻ 2 ഡിസീസസ് സ്പ്രെഡ് ബൈ ഈച്ച് ഓഫ് ദം. ഇവ പരത്തുന്ന രോഗങ്ങൾ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഓൾ ഡിസീസസ് ക്യാൻ കോസ് ഇഫ് വി ഡോണ്ട് മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ? പേഴ്സണൽ ഹൈജീൻ ഇല്ലെങ്കിൽ നമുക്ക് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ആൻസർ നോക്കുകയാണെങ്കിൽ ഹൗസ് ഫ്ലൈ പരത്തുന്ന രോഗങ്ങൾ കോളറ, ഡയറിയ. മൊസ്കിറ്റോ, മലേറിയ, ചിക്കുൻഗുനിയ, ഡെങ്കു ഫീവർ. റാറ്റ് ഫീവർ, പ്ലേഗ്. വാട്ട് ഓൾ ഡിസീസസ് ക്യാൻ കോസ് ഇഫ് യു ഡോണ്ട് മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ? പേഴ്സണൽ ഹൈജീൻ ഇല്ലെങ്കിൽ നമുക്ക് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ വാട്ട് പ്രിക്കോഷൻസ് ക്യാൻ ബി ടേക്ക് ടു പ്രിവെൻറ്റ് വാട്ടർ ബോൺ ഡിസീസസ്? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും? യൂസ് ഓൺലി പ്യുവർ ഓർ ബോൾഡ് ആൻഡ് കൂൾഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. ഡോണ്ട് അലോ ഡേർട്ടി വാട്ടർ ടു സ്റ്റാഗ്നേറ്റ്. എൻഷുർ ദാറ്റ് സോഴ്സസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആർ പ്യുവർ. നീനു ഡിസ്കസ്ഡ് അബൌട്ട് പേഴ്സണൽ ഹൈജീൻ വിത്ത് ഹെർ ഫ്രണ്ട്സ്. ഹൗ ക്യാൻ വി മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ? എങ്ങനെയാണ് നമുക്ക് പേഴ്സണൽ ഹൈജീൻ പാലിക്കാൻ പറ്റുക?
Brush teeth in the morning and after dinner. Wash hands with soap after toilet. Take bath daily. Wear clean clothes. Cut and clean nails on hands and legs. Wash hands and mouth before and after food. Diseases spread through water. ജലജന്യ രോഗങ്ങൾ dysentery, jaundice, cholera and typhoid. ട്രീറ്റ്മെൻറ്റ് ത്രൂ ഡ്രിങ്കിങ് ഫ്ലൂയിഡ്സ് പാനീയ ചികിത്സ. യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? സോൾട്ടഡ് റൈസ് വാട്ടർ, ലൈം ജ്യൂസ് വിത്ത് സോൾട്ട് ആൻഡ് ഷുഗർ, കോക്കനട്ട് വാട്ടർ. 3 ടൈപ്പ് വേസ്റ്റസ് ആണുള്ളത്. ഇനോർഗാനിക് വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റ്, ഹസാർഡസ് വേസ്റ്റ്. അപ്പോൾ അത് നിക്ഷേപിക്കുന്ന വേസ്റ്റ് ബിന്നിനും 3 കളറാണ്, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇതുപോലൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പലതരത്തിലുള്ള മാലിന്യങ്ങൾ തന്നിട്ട് അത് ഏതൊക്കെ ബോക്സിലാണ് നിക്ഷേപിക്കാൻ പറ്റുക എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതാനായിട്ടാണ്. ഇനോർഗാനിക് വേസ്റ്റ് PVC പൈപ്പ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പ്ലാസ്റ്റിക് കവേഴ്സ്. ഓർഗാനിക് വേസ്റ്റ് ജൈവ മാലിന്യങ്ങൾ. ഇനോർഗാനിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അജൈവ മാലിന്യങ്ങളാണ്. ഓർഗാനിക് വേസ്റ്റ് നോക്കുമ്പോൾ വെജിറ്റബിൾസ്, അതിൻ്റെ വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റ്, ഫ്രൂട്ട്സ്. ഹസാർഡസ് വേസ്റ്റ് അപകടകരമായ മാലിന്യങ്ങൾ, പെസ്റ്റിസൈഡ് ബോട്ടിൽസ്, ഓൾഡ് ബാറ്ററീസ്, ഫ്യൂസ്ഡ് ബൾബ്സ്. ഹെൽത്ത് പോസ്റ്റർ മേക്ക് ഹൈജീൻ എ ഹാബിറ്റ്, അവോയ്ഡ് ഡിസീസസ്. My surrounding, clean surrounding. Cleanliness, keep away diseases. Do not throw away plastic waste. Do not burn it. Wash your hands using soap and water. Stay safe. ഇത് പോസ്റ്റർ ആണ് about hygiene. Clean country. My surroundings, clean surrounding. What are the problems caused by burning plastic? Plastic കത്തിക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ. When plastic wastes are burnt, poisonous gases come out. Poisonous gas പുറത്തേക്ക് വരും. This may cause diseases like cancer, lung diseases, etc. ക്യാൻസറും ലങ്സ് ഡിസീസും പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകും. ഈ യൂണിറ്റിലെ പ്രധാന ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്ന പലതരം ഐറ്റംസിനെ കണ്ടെത്താനായിട്ടുള്ളതാണ്. ഒന്നാണ് സീരിയൽസ്, റൈസ്, വീറ്റ് എക്സാമ്പിൾ ആണ്. മില്ലറ്റ്സ് ചെറുധാന്യങ്ങൾ, രാഗി, ചാമ, തിന, ട്യൂബേഴ്സ് കിഴങ്ങുവർഗ്ഗങ്ങൾ, യാം, കൊലക്കേഷ്യ, ടപ്പിയോക്ക, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ. പൾസസ് പയറുവർഗ്ഗങ്ങൾ, ഗ്രീൻ ഗ്രാം, ബംഗാൾ ഗ്രാം, പീനട്ട്, ഹൗസ് ഗ്രാം, കൗപ്പീസ്. അങ്ങനെ പലതരം ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഫ്രം ആനിമൽസ് ലഭിക്കുന്ന മിൽക്ക്, എഗ്, മീറ്റ് അതുപോലുള്ളത്. പിന്നെ വെജിറ്റബിൾസ്, ലേഡീസ് ഫിംഗർ, പംകിൻ, ബ്രിഞ്ചാൾ, ബിറ്റർഗാർഡ്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്. ഫ്രൂട്ട്സ്, ഗാവ, ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, ബനാന, സ്ട്രോബെറി, പപ്പായ. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ക്ലാസിഫൈ കുക്ക്ഡ്, അൺകുക്ക്ഡ്, ബോത്ത് കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേവിച്ച് കഴിക്കുന്നതുകൊണ്ട് വേവിക്കാതെ മാത്രം കഴിക്കുന്നതുകൊണ്ട്. ചില ഫുഡ് ഐറ്റംസ് വേവിച്ചും വേവിക്കാതെയും നമുക്ക് ഇഷ്ടത്തിന് കഴിക്കാം. അപ്പോൾ കുക്ക്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ റൈസ്, മീറ്റ്, ഫിഷ്, എലിഫന്റ്, യാം, കൊലോക്കേഷ്യ, പൊട്ടറ്റോ ഇതൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് മാത്രമേ കഴിക്കാവുള്ളൂ. ഇങ്ങനെയുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ അൺകുക്ക്ഡ്, കുക്ക് ചെയ്യാതെ നമുക്ക് കഴിക്കാൻ പറ്റും. ഗോവ, ആപ്പിൾ, വാട്ടർമെലൺ, കസ്റ്റാർഡ് ആപ്പിൾ, ഓറഞ്ച്. അതുപോലെ തന്നെ ബോത്ത് കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് 2 രീതിയിലും കഴിക്കാൻ പറ്റുന്നത് ക്യാരറ്റ്, പപ്പായ, ജാക്ക് ഫ്രൂട്ട്, ടൊമാറ്റോ, പൈനാപ്പിൾ ഇതൊക്കെ നമ്മൾ കുക്ക് ചെയ്തും കുക്ക് ചെയ്യാതെയും കഴിക്കും. വാട്ട് ആർ ദി തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് വെൻ പ്രിപ്പയറിംഗ് അൺകുക്ക്ഡ് ഡിഷസ്? അൺകുക്ക്ഡ് ആയിട്ടുള്ള ഡിഷസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ വാഷിംഗ് ദം വെൽ. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാവുള്ളൂ. വാഷ് ദ വെജിറ്റബിൾസ് ബിഫോർ കട്ടിംഗ് ദം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാവൂ. ഡു യു നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് ചൂയിങ് ഫുഡ്? ഫുഡ് എന്തിനാണ് ചവയ്ക്കുന്നത്? ഡൈജഷൻ ബിക്കം ഈസി, ദഹനം എളുപ്പമാവാൻ. ഡിഫറെൻറ്റ് ടേസ്റ്റസ് ക്യാൻ ബി റിക്കഗ്നൈസ്ഡ്, പലതരം രുചികൾ നമ്മൾക്ക് ഫീൽ ചെയ്യാൻ. Why rat, squirrel, bat and butterfly, snake and other creatures come into the garden? നമ്മുടെ തോട്ടത്തിൽ മറ്റ് ജീവജാലങ്ങൾ എന്തിനാണ് വരുന്നത്? ക്രോപ്പ് ഫീഡിംഗ്, പെസ്റ്റ് കൺട്രോൾ, സീഡ് ഡിസ്പേഴ്സൽ. അവർക്ക് വിളകളെ ഭക്ഷിക്കാൻ, അതുപോലെ തന്നെ പെസ്റ്റ് കൺട്രോൾ സ്വാഭാവികമായിട്ട് നടക്കും. സീഡ് ഡിസ്പേഴ്സൽ വിത്ത് വിതരണവും നടക്കും. ലിവിങ് സേഫ്ലി എന്നുള്ള യൂണിറ്റിന്റെ പകുതി ഭാഗമാണ് സെക്കൻഡ് ടൈം ചോദിച്ചിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Put tick mark to the correct one and wrong into mark to the wrong one. തന്നിരിക്കുന്ന ചിത്രത്തിൽ തെറ്റായ കാര്യങ്ങൾക്ക് ഇൻറ്റു മാർക്കും ശരിക്ക് ടിക്ക് ഇടണം. ഫസ്റ്റ്, കുട്ടികൾ റോഡ് സീബ്ര ക്രോസിലൂടെ നടക്കുന്നു. സെക്കൻഡ്, ബസ്സിൽ നിന്ന് തല വെളിയിലേക്ക് ഇടുന്നു. തേർഡ് പിക്ചർ, റോഡിലൂടെ കളിക്കുന്നു. ഇതിൽ ഏതാണ് ശരിയായ കാര്യമെന്നാണ് ടിക്ക് ഇടേണ്ടത്. അതിൽ ഫസ്റ്റ് പിക്ചർ മാത്രമാണ് ശരിയായിട്ടുള്ളത്, മറ്റേ രണ്ടും തെറ്റായ കാര്യങ്ങളാണ്. Why are zebra lines drawn on the road? സീബ്ര ലൈൻസ് എന്തിനു വേണ്ടിയാണുള്ളത്? ഫോർ പെഡസ്ട്രിയൻസ് ടു ക്രോസ് ദ റോഡ്. കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനായിട്ടുള്ള സഹായമാണ് സീബ്ര ലൈൻസ്.
ട്രാഫിക് സിഗ്നൽ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ടാണ്. റെഡ് കളർ എന്തിനെ സൂചിപ്പിക്കുന്നു, യെല്ലോ എന്തിനെ സൂചിപ്പിക്കുന്നു, ഗ്രീൻ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. റെഡ് സ്റ്റോപ്പ് സൈൻ ആണ്. യെല്ലോ പ്രൊസീഡ് വിത്ത് കോഷൻ, അതായത് ഗെറ്റ് റെഡി തയ്യാറായിരിക്കാൻ. ഗ്രീൻ പ്രൊസീഡ് മുന്നോട്ട് പോകാം, അതായത് ഗോ.